ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായ കുടുംബത്തിന്റെ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നിലുണ്ടായിരുന്ന ചൂരൽമല തട്ടുകട കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റിയതായി പരാതി. തുടർന്ന് വൻ പ്രതിഷേധങ്ങൾക്കാണ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റി സാക്ഷ്യം വഹിച്ചത്. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ LDF പ്രവർത്തകർ മുനിസിപ്പാലിറ്റിയിലെത്തുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. കൽപ്പറ്റ നഗരസഭ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഏറ്റവും നീചവും നിന്ദ്യവുമായ ഒരു പ്രവൃത്തിയാണ് നടന്നിരിക്കുന്നത്. നമ്മളൊക്കെ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ്. നമുക്കറിയാലോ, പിന്നെ ചൂരൽമല മുണ്ടക്കൈ ആ ദുരന്തം ഉണ്ടായത് വലിയ പ്രയാസം അനുഭവിച്ച ആളാണ് നമ്മളൊക്കെ. ആ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നവരാണ് നമ്മള്. ആ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകേണ്ട അവരെ, ആ ഇരകളാക്കപ്പെട്ട ആ സാധുക്കളായ മനുഷ്യര് കൽപ്പറ്റ നടത്തി വന്ന തട്ടുകട ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവരുടെ തട്ടുകട രാവിലെ ഉദ്യോഗസ്ഥർ കടന്നു വന്ന് ഉദ്യോഗസ്ഥ ദാഷ്ട്യത്തിന്റെ ഭാഗമായി ഭരണസമിതിയുടെ പിന്നിലൂടെ പൊളിച്ചു മാറ്റുകയും അവിടെ മുഴുവൻ സാധന സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് പുറകെ കാണുന്ന അവിടെ അവരുടെ വാഹനമാണ് കാണുന്നത്. ആ വാഹനത്തിന്റെ കൂടെ ഒരു പന്തലുണ്ടായിരുന്നു. പന്തൽ പൊളിച്ചു കളഞ്ഞു. വാഹനം അവിടെ കൊണ്ടിരിക്കുക. ആ വാഹനത്തിനകത്ത് അവരുടെ സാധനങ്ങൾ മുഴുവൻ, അവരുപയോഗിക്കുന്ന ഗ്ലാസുകള്, പാത്രങ്ങള്, അവരുടെ മറ്റേ എണ്ണക്കടികളായ ഉപയോഗിക്കുന്ന ബിസ്ക്കറ്റുകൾ പോലുള്ള സാധനം, അങ്ങനത്തെ ഒരു കോഴിമുട്ടടക്കമുള്ള എല്ലാ വസ്തുക്കളും പകർന്നു പോയ അവസ്ഥയാണുള്ളത്. അപ്പൊ ഇതില് ഈ നിരുത്തരവാദപരമായ നടപടി സ്വീകരിച്ച മുനിസിപ്പൽ ഭരണസമിതിക്കെതിരെയായിരുന്നു നേരത്തെ പ്രതിഷേധം ഉണ്ടായത്. പ്രതിഷേധത്തിനൊടുവിൽ ഇപ്പൊ അവർക്ക് ആ പന്തൽ വീണ്ടും കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഉറപ്പിന്റെ മേലാണ് ആ ഉറപ്പിന്റെ മേലാണ് ഇപ്പൊ ഇവിടുന്ന് ഞങ്ങൾ തിരിഞ്ഞു പോകുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ ഈ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ട സാധനങ്ങൾ കൂടി പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റി തയ്യാറാവണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് മുനിസിപ്പാലിറ്റി പൊളിച്ചുമാറ്റിയ തട്ടുകട മറ്റൊരു സ്ഥലത്ത് പുനഃസ്ഥാപിക്കാൻ മുനിസിപ്പാലിറ്റി അധികൃതർ തീരുമാനിച്ചു. ഗംഗാസി, News 1, കൽപ്പറ്റ.